ഈ മൈക്കിന്റെ ശബ്ദ പരിധിയിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന നല്ലവരായ എല്ലാ ദേശനിവാസികൾക്ക് വെക്കുംഭാവം ബദൽ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെയും ഫുൾ ഗോസ്പൽ ചർച്ചിന്റെയും ആഭിമുഖ്യത്തിൽ പാസ്റ്റർ ജോൺ തോമസിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന സ്വാതന്ത്ര്യ ദിന മധ്യവിരുദ്ധ സന്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിവിടെ ഈ വഴിത്താരിയിലായിരിക്കുന്നത്. അനവധി പ്രഭാഷണങ്ങൾ കേട്ടിട്ടുള്ള ഈ നാട്ടിലെ പ്രബുദ്ധരായ ഈശ്വര വിശ്വാസികളായ എല്ലാ മാന്യദേശ നിവാസികൾക്കും അഖില ലോക രക്ഷിതാവായ രക്ഷകന്റെ നാമത്തിലുള്ള പ്രത്യേകമായ സ്നേഹാവന്ദനത്തെ ഞങ്ങൾ അറിയിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു കാലാവസ്ഥയിലും ഇങ്ങനെ ഒരു സന്ദേശം വിളിച്ചറിയിക്കുവാൻ ഞങ്ങൾക്ക് അവസരം നൽകിയ രക്ഷകന്റെ നാമത്തെ ഞങ്ങളെ മഹത്വപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കറിയാം, നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കപ്പെടുന്ന വേളയിലാണ്. ഈ രാജ്യം രണ്ട് കാലഘട്ടമെന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയി. 1947 ആഗസ്റ്റ് 15-ാം തീയതി 14-ാം തീയതി അർദ്ധരാത്രിയിൽ ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യം സൂര്യനെ ശ്രമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അടിമത്തത്തിൽ നിന്നും അവരുടെ കോളനിയിൽ നിന്നും മോചിതനാകുവാനിടയായി. അതിന് കാരണക്കാരനായ കരംചന്ദ് ഗാന്ധിജി എന്ന് നമ്മൾ വിളിക്കുന്ന ഗാന്ധിജി അപ്പൂപ്പൻ, അദ്ദേഹം പോർബന്തറിൽ ജനിച്ചു. അദ്ദേഹം ആഫ്രിക്കയിൽ പോയി പഠിച്ചു, മടങ്ങി വന്നു. രാഷ്ട്രം പുനർനിർമ്മിക്ക് വേണ്ടി, വിടുതലിന് വേണ്ടി സകല ജാതി മാനവരാശികളെയും ഒന്നിച്ചു കൂട്ടി ഇന്ത്യ എന്ന് പറയുന്ന സമരമായി ആ മനുഷ്യൻ മുന്നോട്ട് പോയി. അങ്ങനെ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി. ഈ രാജ്യത്തിലെ തന്നെ രാജ്യത്തെ വിട്ടുകൊടുക്കുന്നവനായ ഒരു വ്യക്തിയുടെ തോക്കിന്റെ ഉണ്ടയിലൂടെ വിധിയിലൂടെ അദ്ദേഹം മരണപ്പെടുകയും രാജ്ഘട്ടിൽ ആ മനുഷ്യന് അടക്കപ്പെടുകയും ചെയ്യുന്ന കല്ലറ അവിടെ അവശേഷിക്കുന്നു. അനവധി പോരാട്ടങ്ങളിലൂടെയാണ് ഈ രാജ്യം സ്വാതന്ത്ര്യം പ്രാപിക്കുവാനിടയായത്. അതിനുശേഷം ഇടതിനും വലതിനും നടവിനുമൊക്കെ കൂട്ടുകക്ഷി ഭരണങ്ങളുമെല്ലാം ഈ രാജ്യത്ത് നടമാടുവാനിടയായിത്തീർന്നു. രാജ്യത്തിന്റെ വളർച്ചയും വികസനങ്ങളും ഈ രാജ്യത്തിന്റെ മുന്നോട്ടുള്ള ഗമനാഗമനങ്ങൾ കണ്ടു വളർന്നവരാണ് 47 ശേഷമുള്ള ജനം. വരും തലമുറ ഈ രാജ്യത്തിന്റെ രാഷ്ട്ര നിർമ്മാണത്തിന് വേണ്ടി അഹോരാത്രം അധ്വാനിക്കുന്ന വിദ്യാഭ്യാസത്തിലും നാം മുൻപന്തിൽ തന്നെയാണ്. 29 സ്റ്റേറ്റുകളുള്ള കേരളമെന്ന് അത് ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന ഈ കേരളത്തിൽ, പ്രിയമുള്ളവരെ, ഇത് ദൈവത്തിന്റെ സ്വന്തം നാടാണോ? ദൈവത്തിന്റെ നാട്ടിലാണോ പിടിച്ചുപറികൾ, കൊലപാതകം, മോഷണം എന്ന് വേണ്ട വിധ്വംസക പ്രവർത്തനങ്ങൾ, വർഗീയത, വിഭാഗിത, മതാന്ധത, തീവ്രവാദം, നിരീശ്വരത്വമെല്ലാം ഇവിടെ കുടികൊള്ളുമ്പോൾ ഇത് ദൈവത്തിന്റെ സ്വന്തം നാടാണോ? ഇത് ദൈവത്തിന്റെ സ്വന്തം നാടെന്ന പരിണാമത്തിൽ അറിയപ്പെടുന്ന ഇത് ഗതിരീശയിലെ ഒരു വ്യക്തി അന്നത്തെ പേരാണ് ഇത് ദൈവത്തിന്റെ സ്വന്തം നാടെന്ന്. സുഹൃത്ത്, സ്വർഗത്തിന്റെ സ്വന്തം നാട്ടിൽ ഇവിടെ സമാധാനം മാത്രമാണുള്ളത്. ഇങ്ങനെയുള്ള ഒരു സമാധാനം അന്തരീക്ഷം ഉണ്ടാകുവാൻ നമ്മൾ എത്ര നാൾ കാത്തിരിക്കേണ്ടതായിട്ട് വരും. സ്വാതന്ത്ര്യത്തിലൂടെ മുന്നോട്ട് പോകുന്ന രാജ്യത്തിൽ നമുക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യമുണ്ട് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. രാഷ്ട്രീയത്തിൽ, സിദ്ധാന്തത്തിൽ, നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ സംഘടനയിൽ നമുക്കൊരു അഭിപ്രായം പറയുവാൻ നമുക്കൊരു സ്വാതന്ത്ര്യമുണ്ടോ? മനുഷ്യൻ മദ്യത്തിന്റെ പിടിയിൽ അകപ്പെട്ട് കിടക്കുന്ന, മദ്യത്തിന് അടിമപ്പെട്ട് കിടക്കുന്ന മനുഷ്യൻ, പുകവലിക്ക് അടിമപ്പെട്ട് കിടക്കുന്ന മനുഷ്യൻ, മയക്കുമരുന്നിന് അടിമപ്പെട്ട് കിടക്കുന്ന മനുഷ്യൻ, മദ്യത്തിന് അടിമപ്പെട്ട് കിടക്കുന്ന മനുഷ്യൻ, ദുസ്വഭാവങ്ങൾക്ക് അടിമപ്പെട്ട് കിടക്കുന്ന മനുഷ്യൻ, ക്രൂരതകൾക്ക് അടിമപ്പെട്ട് കിടക്കുന്ന മനുഷ്യൻ, മനുഷ്യന്റെ മസ്തിഷ്കമെല്ലാം മലിനമായി കിടക്കുമ്പോൾ ഇതെങ്ങനെ സ്വാതന്ത്ര്യമുള്ള നാടായി? മനുഷ്യന്റെ ശരീരത്തിലും ചിന്തയിലും പ്രവൃത്തിയിലും വാക്കിലും ജീവിതത്തിലും സ്വാതന്ത്ര്യം പ്രാപിച്ചില്ല എങ്കിൽ ഈ നാട് അരാജകത്വത്തിലേക്ക് പോകുവാൻ കൂട്ടുകുത്തുവാനിടയായിത്തീരും. അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് ഇന്ന് പകൽ വൈകുവേളയിൽ ഞങ്ങൾ ഈ നാടിനെ രക്ഷപ്പെടുത്തുവാൻ, ഈ ലോകത്തെ രക്ഷപ്പെടുത്തിയ ലോകത്തിന്റെ രക്ഷകനായ, ലോകത്തിന്റെ മധ്യസ്ഥനായ, മനുഷ്യരാശിയുടെ ഏകരക്ഷകനായ കർത്താവായ യേശുക്രിസ്തുവിനെ
സന്ദേശവും ആയി ഞങ്ങളിൽ വരുത്താറിയിലായിരിക്കും. നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയെ ഒരിക്കൽ കൂടി തുടർന്ന് നിങ്ങൾ കേട്ടാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ മാറും, പ്രതികൂലങ്ങൾ മാറും, നിങ്ങളുടെ ജീവിതത്തിന്റെ അരാജകത്വം മാറും, നിങ്ങളുടെ മനുഷ്യന്റെ ദുഷിച്ച മനസ്സിന്റെ അവസ്ഥകൾ മാറും, നിങ്ങളുടെ ജീർണിച്ച അവസ്ഥകൾ മാറും, നിങ്ങളുടെ ദുഷിച്ച അവസ്ഥകൾ മാറും. കാരണം ഈ ലോകത്തിൽ മാറ്റപ്പെടുത്തുവാൻ കഴിയുന്ന, മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു സന്ദേശമാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത്. അതാണ് മറ്റൊരുത്തനിലും രക്ഷയില്ല, മറ്റൊരുവനിലും രക്ഷയില്ല, മറ്റൊരിടത്തും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ, മാനസാന്തരപ്പെടുവാൻ, സ്വർഗത്തിൽ പോകുവാൻ, മനുഷ്യനായി ജീവിക്കുവാൻ ദൈവത്തിന്റെ പുത്രനായ യേശു ലോകത്തോട് നൽകിയ സന്ദേശമാണ് ഞാൻ തന്നെ വഴി, സത്യം, ജീവൻ, എന്നിലൂടെ ഇല്ലാതെ ആരും സ്വർഗത്തിൽ പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. യേശു പറഞ്ഞു നിരവധി അനവധി വഴികളിൽ ഒരു വഴിയാണെന്നല്ല പറഞ്ഞത്, ഞാനും ഒരു വഴിയാണെന്നല്ല പറഞ്ഞത്. ഇനിയോ യേശു പറഞ്ഞു ഞാൻ തന്നെ വഴി, സത്യം, ജീവൻ, എന്നിലൂടെ ഇല്ലാതെ ആരും സ്വർഗത്തിൽ പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. സുഹൃത്ത്, സ്വർഗമോക്ഷപ്രാപ്തിക്ക് അവന് ഈ മുഖത്ത് നൽകപ്പെട്ട ഏകനാമം യേശുവിന്റെ നാമമാണ്. യേശു ലോകത്തിൽ വന്നത് എന്തിനാണ്? പാപികളെ തേടിയാണ്. പാപികളെ. ആരാണ് ഭാവി? എന്തല്ല പാപം? എന്താണ് പാപം? പാപം എന്ന് പറയുന്നത് ഇവിടുത്തെ മതങ്ങൾ പറയുന്ന മദ്യപാനം, പിടിച്ചുപറി, കൊലപാതകം, മോഷണം, ബന്ധപക്ഷം, വർഗീയത, വിഭാഗീയത, അനാന്തത, പ്രതിപരവാദം, നിരീശ്വരത്വം, കൊലപാതകമല്ല പാപത്തിന്റെ പട്ടികയില്ല. മദ്യപാനം വലിയ പാപമായി മതങ്ങൾ കാണുന്നു. അതുകൊണ്ടാണല്ലോ നമ്മുടെ ഗാന്ധിജി പറഞ്ഞത്, ഈ രാജ്യത്തിന്റെ ഭരണം എന്റെ കയ്യിൽ കിട്ടിയാൽ അന്ന് തന്നെ ഞാൻ മദ്യം തുടച്ചു നീക്കുമെന്ന് പറഞ്ഞു. സുഹൃത്ത്, ഗാന്ധിജി ഈ ലോകത്തോട്ട് വെച്ച മുന്നോട്ട് വെച്ച ആശയങ്ങളിൽ ഒന്നതായിരുന്നു മദ്യം ഞാൻ തുടച്ചു വെക്കുമെന്ന് പറഞ്ഞു. എന്നാൽ തന്നെ 850-ലധികം അത് ബാറുകളുണ്ട് നമ്മുടെ നാട്ടിൽ. 350-ലധികം മദ്യ ഔട്ട്ലെറ്റുകളുണ്ട്. ബാക്കി എത്രയോ പേർ നമ്മുടെ നാട്ടിലുണ്ട്. അതെ, മദ്യം മനുഷ്യന് യഥാർത്ഥമായ നാശത്തിലേക്കും അരാജകത്വത്തിലേക്കും കുടുംബ തകർച്ചയിലേക്കും സാമ്പത്തിക നഷ്ടത്തിലേക്കും ദാരിദ്ര്യത്തിലേക്കും മനുഷ്യനെ കൊണ്ടുപോകുകയാണ്. സുഹൃത്തെ, ലോകത്തിൽ ആരാണ് മദ്യം കണ്ടുപിടിച്ചെന്ന് നമുക്കറിയത്തില്ല. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിലേക്ക് മദ്യം കൊണ്ടുവന്നത് ഡച്ചുകാരായിരുന്നു. അതേ തുടർന്ന് വന്ന ബ്രിട്ടീഷുകാരാണ് ഇത് എക്സൈസ് നിയമമാക്കി മാറ്റിയത്. ഇന്ന് സുലഭമായി മദ്യം എല്ലായിടത്തും ലഭിക്കപ്പെടുന്നു. മദ്യപിക്കുന്ന മനുഷ്യൻ മദ്യപിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങളും മദ്യപിക്കാത്തപ്പോൾ പറയുന്ന കാര്യങ്ങളും പരസ്പര വൈരുദ്ധ്യമുള്ള കാര്യങ്ങളാണ്. മദ്യം ഒരിക്കലും മനുഷ്യൻ യഥാർത്ഥമായ സന്തോഷം പ്രദാനം ചെയ്യുന്നില്ല. മദ്യക്കുപ്പിയുടെ പുറത്ത് എഴുതി വെച്ചിരിക്കുന്നു മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. കോടിക്കണക്കിന് രൂപ ഇവിടുത്തെ അധികാരികൾ സർക്കാരിന്റെ ഖജനാവിലേക്ക് ഡൊണേഷനായിട്ട് നൽകുന്നു. അത് വാങ്ങി റോഡ്, പാലം പോലുള്ള മറ്റ് വികസന പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. സർക്കാർ പറയുന്ന മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. ഒരു മനുഷ്യനും ഒരു കുപ്പി കടിച്ചുകൊണ്ടല്ല മദ്യപാനത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നത്. ഉത്സവങ്ങളിൽ, പെരുന്നാളുകളിൽ, ആഘോഷങ്ങളിൽ കൂട്ടുകാർ വെച്ചു നീട്ടിയ ഗ്ലാസിൽ നിന്നും ഒരു ശ്രുതിയിലേക്ക് കുടിയാരംഭിക്കുന്നവൻ ചില നാളുകൾ കഴിയുമ്പോൾ ബാറിലോ ഷാപ്പിലോ അക്കൗണ്ട് ഉള്ളവരായിട്ട് മാറുകയാണ്. സുഹൃത്തുക്കളെ, മദ്യം മനുഷ്യനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മദ്യം മനുഷ്യന്റെ ആരോഗ്യത്തെ കാരണമാകുന്നു, മദ്യം മനുഷ്യന്റെ പണത്തെ കാരണമാകുന്നു, മദ്യം മനുഷ്യന്റെ സാമൂഹ്യ ജീവിതത്തെ താറുമാറാക്കുന്നു, അവന്റെ ആത്മജീവിതത്തെ നഷ്ടപ്പെടുത്തുന്നു, നിത്യരോഗിയാക്കി മാറ്റുന്നു, നിത്യമരണത്തിലേക്ക് തള്ളുന്നു. പിശാചിന്റെ കയ്യിൽ ഒരു ദ്രാക്ഷായ വീഴാണെന്ന് പണ്ടേത് ഒരു ചിന്തകൻ പറയുവാനിടയായി തീർന്നു. ഒരു മതങ്ങളും മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷെ എല്ലാ മതങ്ങളിൽപ്പെട്ടവരും മദ്യപിക്കുന്നു. ഉത്സവങ്ങളാകട്ടെ, പെരുന്നാളാകട്ടെ, എന്തിനേറെ പറയുന്നു, പെറ്റ അമ്മയോ അപ്പനോ മരിച്ചെടുക്കുമ്പോൾ പോലും മദ്യത്തിൽ ആറാടുന്ന മനുഷ്യർ നമുക്ക് കാണുവാൻ കഴിയുന്നു. എല്ലാവർക്കും ടെൻഷനാണ്. അപ്പൻ ചത്ത, അമ്മ മരിച്ച ടെൻഷന്റെ പേരിൽ മദ്യം കഴിച്ച് വീടിന്റെ ഉമ്മറത്തിരുന്ന് കരഞ്ഞു നിലയ്ക്കുന്ന മനുഷ്യ, താങ്കളുടെ മരണപ്പെട്ട മാതാവ് പിതാവ് തിരിച്ചു വരുമോ? ഇല്ല. മദ്യം മനുഷ്യരെ തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന്. പണ്ടൊക്കെ മദ്യപിക്കുന്നവരുടെ പ്രായം 40 വയസ്സാണ്. 80 കാലഘട്ടങ്ങളിൽ ഇന്ന് മദ്യപിക്കുന്നവരുടെ പ്രായം 13-ലും 15-ലും മദ്യപിക്കുകയാണ്. ഇത് പറയാനുള്ള കാരണം, കഴിഞ്ഞ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, നോക്കുക, 13 വയസ്സുള്ളവൻ ക്ലാസ്സിൽ മദ്യപിച്ചു എന്നോ അധ്യാപകരും കുട്ടികളും അത് നിയന്ത്രിച്ചിട്ട് വലിയ വരാനുള്ള പോലീസ് വിളിക്കേണ്ടി വന്നു. പോലീസ് അവനെ കൊണ്ടുപോയി ചോദ്യം ചെയ്തപ്പോൾ അവൻ പറഞ്ഞു, എന്റെ മുന്നേ സാറ്, എന്റെ പത്താമത്വം കഴിക്കുന്ന മനുഷ്യനാ, മാത്രമല്ല എന്നും കഴിച്ചിട്ട് ടിവിയുടെ അടിയിൽ ഒളിച്ചു വെക്കും, അത് കഴിച്ചിട്ടാണ് ഞാൻ സ്കൂളിലേക്ക് വരുന്നത്. പക്ഷെ ഇന്നൊരു കുഴപ്പമുണ്ടായി, എന്നും വെള്ളം ഒഴിച്ചു കുടിക്കുന്നതാ, ഇന്ന് വീട്ടിൽ തപ്പിട്ട് വെള്ളം കിട്ടിയില്ല, അതുകൊണ്ട് ഇരുന്നത് എടുത്ത് അടിച്ചു. അതാണ് ഈ പ്രശ്നത്തിന് കാരണം, അല്ലാതെ ഞാനൊന്നും ചെയ്തതല്ല. സുഹൃത്ത്, താങ്കൾ വീട്ടിൽ മദ്യം കഴിക്കുന്നുവെങ്കിൽ താങ്കളുടെ തലമുറ തീർച്ചയായും മദ്യത്തിലേക്ക് കടന്നു വരുവാനിടയായി തീരും. അയൽവക്കംകാരും ഗുണോത്തരം ചെയ്തിട്ടല്ല, മദ്യം ഒഴിച്ചു കൊടുത്തിട്ടില്ല. രണ്ടിനോട് മുമ്പോട്ട് നടക്കാൻ പറഞ്ഞിട്ട് താങ്കൾ നടന്നാൽ തീർച്ചയായിട്ടും തലമുറ മദ്യത്തിലേക്ക് ഒത്തുകുത്തുവാനിടയായി തീരും.
കോട്ടയം മെഡിക്കൽ കോളേജിലെയും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെയും മനഃശാസ്ത്ര വിഭാഗത്തിലെ ഡോക്ടർമാർ പറയുന്നു, മദ്യപിക്കുമ്പോൾ മനുഷ്യനുണ്ടാകുമ്പോൾ തുടക്കകാലത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ, കുടി കഴിഞ്ഞ് കുറച്ചു കാലം കഴിയുമ്പോണ്ടാകുന്ന പ്രശ്നങ്ങൾ, കുടി അവന്റെ ഏറ്റവും ഉച്ചസ്ഥലത്തിയിരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, കുടിച്ചു കിടക്കുമ്പോൾ അവൻ പറയുന്നു, ഞാനല്ല കുടിക്കുന്നത്, എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് പറഞ്ഞ് കുടി കിടക്കുന്ന മനുഷ്യൻ, ആരോഗ്യമുള്ള മനുഷ്യൻ. പക്ഷേ ചില നാളുകൾ കഴിയുമ്പോൾ കുടിച്ചവശനായ റോഡിലോ അത് വഴിയോടുള്ള വഴിത്താരകളിലോ ബസ് സ്റ്റാൻഡുകളിലോ കിടന്നിറങ്ങുന്ന അനേക വ്യക്തികളെ കൊണ്ട് അത് കേരളത്തിന്റെ ഒരു നേർക്കാഴ്ചയായിട്ട് സുഹൃത്ത്. അതുപോലെ തന്നെ മദ്യമനുഷ്യനുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്താണ്? മദ്യമനുഷ്യനിൽ മാനസിക വിഭ്രാന്തി ഉണ്ടാക്കുന്നു. മീതയിൽ ആൽക്കഹോളിനകത്ത് വെള്ളം ചേർത്ത് കളറുകളിട്ട് വിദേശമദ്യമെന്ന പേരിലാണ് നമ്മുടെ നാട്ടിൽ ഇറക്കുമതി ചെയ്യപ്പെടുന്നത്. പക്ഷെ ഇന്ന് നാട്ടിൽ വരുന്ന കള്ള് മുഴുവനും ബ്രാൻഡ് മുഴുവനും വ്യാജനാണ് സുഹൃത്ത്. പണമാണ് മനുഷ്യന്റെ മുഖ്യ ലക്ഷ്യം. ആരെ സന്തോഷിപ്പിക്കുവാനോ ആർക്കും ആരോഗ്യം ഏറ്റവും നല്ല രീതിയിൽ ക്രമീകരിക്കപ്പെടുവാനുള്ള മദ്യം വിൽക്കുന്നത് ഓരോ തലമുറയും പകുതി വെച്ച് കൊന്ന് കാശുണ്ടാക്കുവാനാണ്. നമുക്കറിയാം, മദ്യം വിൽക്കുന്ന മുതലാളിമാർ അധികാരികളുടെ മക്കളെല്ലാം പഠിക്കുന്നത് ലണ്ടനിലും പാരീസിലും അമേരിക്കയിലും കാനഡയിലുമാണ്. അവരൊക്കെ പഠിക്കുന്നത് ഡോക്ടർമാരാകുവാനാണ്. അധികാരിയുടെ മക്കൾ ഓരോ വർഷങ്ങളിലും ഹോസ്പിറ്റലിൽ ഇടുന്നു. നോക്കുക, കോടികൾ അവർ കൊയ്യുന്നു. അപ്പന്റെ സാപ്പിൽ കുടിച്ചിട്ട് നെഞ്ചുവേദനയായിട്ട് നേരെ പോകുന്നത് മകന്റെ ഹോസ്പിറ്റലിലേക്ക്. നമുക്കറിയാം എന്തെല്ലാം കൃത്രിമങ്ങൾ നടത്തിയാണ് ഇവിടെ പണമുണ്ടാക്കുന്ന മനുഷ്യൻ. ആർക്കാണ് ഈ രാജ്യത്തോട് മമതയുള്ളത്? ആർക്കാണ് ഈ രാജ്യത്തോട് പ്രബുദ്ധതയുള്ളത്? ആർക്കാണ് വർഗസ്നേഹമുള്ളത്? ആർക്കാണ് ഇവിടെ വർണ്ണസ്നേഹമുള്ളത്? ആർക്കാണ് ഒരു ജാതി സ്നേഹമുള്ളത്? ഒരു ജാതി സ്നേഹം മാത്രമേ ഉള്ളൂ. ജാതിയുടെ പേര്, വർഗത്തിന്റെ പേര്, വർണ്ണത്തിന്റെ പേര്, പെണ്ണിന്റെ പേരിൽ, മതത്തിന്റെ പേരിൽ എത്ര കൊലപാതകങ്ങളാണ് ഇവിടെ നടക്കുന്നത്. സുഹൃത്തെ, മദ്യമാണവനെല്ലാം വില്ലനെന്ന് പറയുന്നു. നമുക്കറിയാം, അങ്ങനെ മദ്യത്തെ കുറിച്ച് സുഹൃത്ത് മദ്യം കഴിക്കുന്നവന് സംശയരോഗമുണ്ടാകുന്നുവെന്ന് കോഴിക്കോട് സൈക്കാട്രിക് വിഭാഗത്തിലെ ഡോക്ടർമാർ പറയുന്നു. നമുക്കറിയാം, സമാനമായ ഒരു സംഭവം വയനാട് ജില്ലയിൽ 4 വർഷങ്ങൾക്ക് മുമ്പുണ്ടായി. അന്യജാതി പെൺകുട്ടിയെ പ്രണയിച്ച് വിവാഹം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് അവൾ 4 മാസം ഗർഭിണിയായിരിക്കുമ്പോൾ അത് സംശയത്തിന്റെ പേരിൽ അവളെ തൊഴിച്ചു കൊല്ലുവാനിടയായി. നോക്കുക, കോട്ടയം ജില്ലയിൽ കരകച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്ത് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന രാജു എന്ന് പറയുന്ന കുഞ്ഞിന് മദ്യപാന ലഹരിയിൽ സ്വന്തം പിതാവ് തൊഴിച്ചു കൊല്ലുവാനിടയായി. ചങ്ങനാശ്ശേരിയിൽ മദ്യപാന ലഹരിയിൽ സ്വന്തം അമ്മയെ പട്ടിക്കൂട്ടിലിട്ട് മകൻ. അതുപോലെ തന്നെ തിരുവല്ലയ്ക്ക് അടുത്തൊരു സ്ഥലത്ത് ഒരു ഗ്രാമത്തിൽ മദ്യപാനത്തിന്റെ അത് സഹിക്കാൻ വയ്യാതെ സ്വന്തം പിതാവ് മകന് അത് തല്ലിക്കൊല്ലുവാൻ. എത്രയെത്ര കൊലപാതകങ്ങൾ മദ്യലഹരിയിൽ കുടുംബത്തിന്റെ സമാധാനം കെടുത്തുന്നു, കുടുംബാന്തരീക്ഷം കെടുത്തുന്നു. എത്രയോ പെൺകുട്ടികളുടെ താലികൾ കെട്ടിപ്പൊട്ടിക്കുവാനിടയായി, എത്രയോ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുവാനിടയായി തീർന്നു. മദ്യം എന്ന് പറയുന്ന ഒരു വില്ലൻ മനുഷ്യന്റെ ശരീരത്തിൽ, അവന്റെ രക്തത്തിൽ, അവന്റെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഒട്ടനവധിയാണ്. നമുക്ക് പോലീസിന് തലവേദനയായി മാറിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളാണ്. ബസ്സിന് കല്ലെറിയുന്നു, അത് വാഹനത്ത് അത് കല്ലെറിയുന്നു, കുടുംബത്തിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പനെ തല്ലുന്നു, അമ്മയെ തല്ലുന്നു, ഭാര്യയെ തല്ലുന്നു, കുഞ്ഞിന്റെ വായിൽ വരെയും മദ്യമൊഴിച്ചു കൊടുത്തവന് ഈ നവകേരള സമൂഹം കാണുവാനിടയായി തീർന്നു. സുഹൃത്ത്, എങ്ങോട്ടാണ് നമ്മുടെ നാടിന്റെ പോക്ക്? മദ്യം ഒരിക്കലും ഒരു മനുഷ്യനെയും ഇന്നുവരെയും രക്ഷപ്പെടുത്തിയിട്ടില്ല. മതഗ്രന്ഥങ്ങൾ പരിശോധിക്കൂ. ഏതെങ്കിലും മതത്തിന്റെ ഗ്രന്ഥങ്ങളിൽ മദ്യത്തെ കുറിച്ച് അത് കുടിക്കുവാൻ പറയുന്നതില്ല. പക്ഷേ എല്ലാ മതത്തിൽപ്പെട്ടവരും മദ്യത്തിന് അടിമപ്പെട്ടവരാണ്. സുഹൃത്തെ, മദ്യം കഴിക്കുവാൻ, മദ്യം കുടിക്കുവാൻ അതിരാവിലെ എഴുന്നേറ്റോടുന്ന, ശരീരം വരയ്ക്കുന്ന മനുഷ്യരെ കൊണ്ട് കേരളം അറിയാം. നമുക്ക് 4-5 കൊല്ലം മുമ്പ് കേരളത്തിലെ 80% വരുന്ന മദ്യപാനികളിൽ 75% പേരും മദ്യപാന രോഗികളായിരുന്നു. എന്താണ് മദ്യപാന രോഗിയുടെ ലക്ഷണം? കുളിക്കാത്ത, പല്ല് തേക്കാത്ത, ആരെ കണ്ടാലും 10 രൂപ ചോദിക്കുന്ന നിലവാരത്തിലേക്ക് വീണുപോയൊരു മനുഷ്യനുണ്ടോ? ആ മനുഷ്യന്റെ പേരാണ് മദ്യപാന രോഗി എന്ന് പറയുന്നത്. കുളിക്കാത്ത, പല്ല് തേക്കാത്ത, നാമമാത്രമായ വസ്ത്രം ധരിച്ചുകൊണ്ട് അതേ കലകളിൽ നടക്കുന്ന മനുഷ്യ, താങ്കൾ മദ്യപാന രോഗിയാണ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. പറയുന്നു, മദ്യം സ്ഥിരമായി കഴിച്ച് കുടുംബത്തിന്റെ ഉത്തരവാദിത്വമില്ലാതെ നടക്കുന്നവന്റെ ഉത്തരവാദിത്വം നാടേറ്റെടുത്താൽ, കുടുംബമേറ്റെടുത്താൽ, വ്യക്തികളേറ്റെടുത്താൽ ജീവിതത്തിൽ ഒരിക്കലും അവൻ മദ്യത്തിന്റെ പുറത്തു നിന്നും പുറത്തു വരുവാൻ കഴിയുന്നതല്ല. മദ്യപാനിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നവൻ അവന്റെ കുടുംബത്തെ നശിപ്പിക്കുകയാണ്. പക്ഷേ സമൂഹത്തിൽ
സമൂഹത്തിൽ എത്രയോ മദ്യപാനികൾ തകർന്നു വയ്ക്കൊണ്ടിരിക്കുന്നു. അവനെങ്ങനെ മദ്യത്തിന് അടിമയായി തീർന്നു, അവനെങ്ങനെ ദുരിതനായി തീർന്നു, അവനെങ്ങനെ രോഗിയായി തീർന്നു, അവനെങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെ പ്രതിസന്ധികളായി, അവനെങ്ങനെ പോയി, അവന്റെ മക്കൾ എങ്ങനെ ഇങ്ങനെ നശിച്ചു പോകുവാനിടയായി, അവന്റെ തലമുറകൾ എങ്ങനെ ക്രിമിനലാകുവാനിടയായി. രാജ്യം കൊടുക്കേണ്ട മറുപടിയാണ് ഒരു പൗരൻ എന്ന നിലയിൽ. സുഹൃത്ത്, നമ്മൾ അറിഞ്ഞിരിക്കണം, നമ്മൾ സഹായഹസ്തങ്ങൾ നിൽക്കേണ്ടതാണ്, നമ്മൾ വരവേൽ സഹായിക്കേണ്ടതാണ്. മദ്യപാനത്തിൽ അകപ്പെട്ട് ജീവിതം തകർന്ന് മരണത്തിന്റെ ചിന്തയിലായിരിക്കുന്ന രോഗിയായി തീർന്ന ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുവെങ്കിൽ താങ്കളെ വിടിവിക്കുവാൻ, സൗഖ്യമാക്കുവാൻ ശക്തമായ ഒരു നാമമുണ്ട്. അതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. സുഹൃത്ത്, ഞങ്ങളുമൊക്കെ ഒരു കാലഘട്ടത്തിൽ മദ്യത്തിനടിമപ്പെട്ടവര്. നമുക്കറിയാം, രാവിലെ കുളിച്ചൊരുങ്ങി മിടുക്കന്മാരായി റോട്ടിലോട്ട് ഇറങ്ങി 500 രൂപയും പോക്കറ്റിലോട്ട് ഇറങ്ങിത്തിരിക്കും. 4 മണി കഴിയുമ്പോൾ കുടിച്ചു പൂസായി കുടുമുണ്ടൊരിഞ്ഞ് തലയിൽ കെട്ടി ഞാനാരാണ് ചോദിക്കുന്ന വിധം സുബോധം നഷ്ടപ്പെട്ട വ്യക്തികളെ കൊണ്ട് നമ്മുടെ നാട് നിറയപ്പെടുകയാണ്. മദ്യം കഴിച്ചു നോക്ക്, ഏത് മനുഷ്യനൊരു ജാതിയിലോ വർഗത്തിലോ വർണ്ണത്തിലപ്പെട്ടവർ കഴിക്ക്, മദ്യത്തിന്റെ തനിക്കണം കാണിക്കുന്നവരുടെയാറ്റോരും. അത് ആഫ്രിക്കക്കാരൻ കഴിച്ചാലും, അത് യൂറോപ്യൻ കഴിച്ചാലും, ഇന്ത്യക്കാരൻ കഴിച്ചാലും, പാശ്ചാത്യം കഴിച്ചാലും മദ്യത്തിന്റെ ഗുണം കാണിക്കുന്നവരുടെയാറ്റോരും. മദ്യം മനുഷ്യന്റെ സുബോധത്തെ, മനുഷ്യന്റെ ബോധത്തെ നഷ്ടപ്പെടുത്തുവാനിടയായി തീരും. സുഹൃത്ത്, അതുകൊണ്ട് മദ്യപാനത്തിന്റെ കരാളഹസ്തങ്ങൾ പെട്ട് വീണുപോയി ഒരിക്കലും രക്ഷപ്പെടുവാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന, ചിന്തിച്ച് ജീവിതം മതിയാക്കുവാൻ ആഗ്രഹിക്കുന്ന മനുഷ്യനാണോ താങ്കൾ? എത്ര വർഷമായിട്ട് മദ്യപിക്കുന്നു? താങ്കൾ ഞങ്ങൾ വിടുവിക്കണം. ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു വിടുവിക്കും. യേശുവിനല്ലാതെ മറ്റൊരുത്തനും താങ്കൾ വിടുവിക്കുവാൻ കഴിയത്തില്ല. സുഹൃത്ത്, നോക്കിക്കേ, നമുക്കറിയാം, നമുക്ക് എത്രയോ സെൻട്രൽ ജയിലുകളുണ്ട്, നമുക്ക് എത്രയോ സബ് ജയിലുകളുണ്ട്, നമുക്ക് എത്രയോ ലോക്കൽ സ്റ്റേഷനുകളിൽ ജയിലുകളിൽ പോലീസിന്റെ ഇടിക്ക്, പോലീസിന്റെ തൊഴിക്ക്, പോലീസിന്റെ ലാത്തിക്ക്, പോലീസിന്റെ അസഭ്യത്തിന് ഒരുത്തനെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരുത്തനെ മാറ്റം വരുത്തുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ മാറ്റം വരുത്താൻ കഴിയുമായിരുന്നെങ്കിൽ ഗോതമ്പുത്താമി പോലീസിന്റെ മതിൽക്കെട്ട് ചാടേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ, അത് ജയിലിന്റെ മതിൽക്കെട്ട് ചാടേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. അവിടെ അവന് കോഴിയിറച്ചി കിട്ടുന്നു, അവിടെ അവന് ആട്ടിറച്ചി കിട്ടുന്നു. അംഗൻവാടി പിള്ളേർക്ക് കൊടുക്കേണ്ട പോഷകഗുണങ്ങൾ ആഹാരം മുഴുവനും അത് ജയിലിനകത്താണ്, അത് കുട്ടികൾക്കാണ് കൊടുക്കേണ്ടത്. എന്നിട്ട് അവൻ ഇറങ്ങിയിട്ട് വലിയ ക്രിമിനലായി ഈ രാജ്യത്ത് വിലസുക. എത്ര സഹോദരിമാരുടെ പെൺകുട്ടികളുടെ മാനമാണ് ഇങ്ങനെയുള്ള ക്രിമിനലുകള് അത് വലിച്ചു വിറ്റിച്ചിട്ട് കളയുന്നത്. സുഹൃത്തെ, അതെല്ലാം ഈ കേരളത്തിലല്ലേ, അതെല്ലാം നടമാടുന്നത് എവിടെയാണ്? ഈ ദൈവത്തിന്റെ സ്വന്തം നാട്ടിലല്ലേ? സാക്ഷരതയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളത്തിലല്ലേ? സുഹൃത്ത്, ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് മദ്യവും മയക്കുമരുന്നുകളും പാൻപരാഗും പാൻമസാലയും. ഒരു സിഗരറ്റിൽ 450ലധികം കെമിക്കലുണ്ട് സ്നേഹിത. വലിച്ചു പുകച്ചു കുടിച്ചുവിടുന്ന മനുഷ്യ, റൗണ്ടായിട്ട് പുകവിടുന്ന മനുഷ്യ, സുഹൃത്തൊരിക്കൽ താങ്കൾക്ക് അത് മാരകമായിരിക്കും അർബുദ രോഗം കൊണ്ടുവരുവാനിടയായി തീരും. ഹാൻസിനകത്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ പറയുന്നു, അതിനകത്ത് ചേർക്കപ്പെടുന്ന കെമിക്കലുകൾ ചൈനയിൽ നിന്നും ഇറക്കുമതി ചെയ്യുക. ഇവനികം പല്ലി 16 വാട്ട വേള എന്നിവ പൊടിച്ചെടുത്ത് അതിനകത്ത് കഞ്ചാവ് വറുത്തിട്ട് DDT ചാലിപ്പൊടിയും മിശ്രണം ചേർത്ത് കാക്കരിഞ്ഞിറങ്ങി സിന്ധിക്കുമ്പോഴും ടാറസെറ്റിപ്പിനും കുപ്പിച്ചെല്ലുകൾ പൊടിച്ചു ചേർത്ത സാധനമാണ് മനുഷ്യൻ 10 രൂപയ്ക്കും 5 രൂപയ്ക്കും വാങ്ങി ഉപയോഗിക്കുന്നത്. കൈവെള്ളിൽ തിരുമ്പി പദം വരുത്തി കീച്ചുണ്ടിനകത്തേക്ക് ഇറക്കി വെക്കുന്നു. സുഹൃത്ത്, ഒറ്റ പ്രാവശ്യം വെച്ചാൽ മതി നമ്മൾ ക്യാൻസർ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ഒരു വീട്ടിൽ റേഷൻ കാണുന്ന കണക്ക് കേരളത്തിൽ ക്യാൻസർ രോഗികളെ കൊണ്ട് അറിയപ്പെടുകയാണ്. സുഹൃത്ത്, ഒരു പ്രാവശ്യം വെച്ച മനുഷ്യൻ ക്യാൻസറിന് ബുക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അത് ക്യാൻസർ മനുഷ്യന്റെ ജീവിതത്തിൽ മാരകമായ രോഗങ്ങൾ കൊണ്ടുവരികയാണ്, അർബുദ രോഗങ്ങൾ കൊണ്ടുവരികയാണ്. അത് കഞ്ചാവ് അടിമപ്പെട്ട മനുഷ്യൻ കഞ്ചാവ് 5 തരം കാട്ടുമെന്നാണ് പറയുന്നത്. ചിരിക്കുമ്പോ തോന്നും കരയണമെന്ന്, കരയുമ്പോ തോന്നും പാടണമെന്ന്, പാടുമ്പോ തോന്നണം ഓടണമെന്ന്. അങ്ങനെ മനുഷ്യന്റെ മനസ്സിന് മസ്തിഷ്കത്തെ അതെന്ത് ചെയ്യണം? പ്രസാരണം ചെയ്യുകയാണ്. അങ്ങനെ മനുഷ്യനെ മാരക രോഗിയാക്കുന്നു. അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് MDMA എന്ന് പറയുന്ന മാരകമായിരിക്കുന്നത്, അതിന്റെ ഒരു പരി ഒരെണ്ണം വായിലിട്ടാൽ മതി 3 ദിവസം അവൻ മഞ്ചാടിക്കുരുന്ന കാക്കയെ പോലെ മയങ്ങിയും തൂങ്ങിയും ആടിയും അവൻ അമ്മയെ കയറി പിടിക്കും, അവൻ സഹോദരിയെ കയറി പിടിക്കും, അവൻ അപ്പനെ ആക്രമിക്കും, അവൻ ആയുധമെടുക്കും. അവന് ഈ നാടിന് ഏറ്റവും വലിയ അവൻ മോശപ്പെട്ടവനായ ക്രിമിനൽസായി മാറുകയാണ്. സുഹൃത്ത്, ഇതെല്ലാം ഈ രാജ്യത്താണ് നടക്കുന്നത്, ഈ സ്റ്റേറ്റിലാണ് നടക്കുന്നത്. സ്വർണ്ണവെട്ട് നടക്കുന്നു, നമുക്കറിയാം. അതുപോലെ തന്നെ അത് അപകടങ്ങൾ, ആപത്തുകൾ ഓരോന്നും ദിവസവും നമ്മുടെ കരങ്ങളിലൊക്കെ പത്ര മാധ്യമങ്ങളിൽ വായിച്ചു നോക്കിക്ക് പല വാർത്തകളുമെന്ന് വാർത്തകളല്ലാതായി മാറിയിരിക്കുകയാണ്. 1ാം പേജ് വായിക്കുമ്പോൾ കുത്തിക്കൊല, 2ാം പേജിലേക്ക് വരുമ്പോൾ അമ്മയെ റേപ്പ് ചെയ്തു, 3ാം പേജിലേക്ക് വരുമ്പോൾ ജാതിയുടെ പേരിൽ, 4ാം പേജിലേക്ക് വരുമ്പോൾ കന്യാസ്ത്രീമാർ പരിവർത്തനം നടത്തിയെന്ന് പറഞ്ഞ് അവരെ പീഡിപ്പിക്കുന്നു. അത് 6ാമത്തെ പേജിൽ വരുമ്പോൾ സുവിശേഷ വിരോധി
യുവതികൾക്കെതിരെ ആക്രമണം. 8-ാം പേജിലേക്ക് വരുമ്പോൾ വിഷം കഴിച്ചു മരിച്ചു. 9-ാം പേജിലേക്ക് വരുമ്പോൾ കൂട്ടയാത്മഹത്യകൾ. 10-ാം പേജിൽ വരുമ്പോൾ വാഹനാപകടം. 11-ാം പേജും അത് 17-ഉം 18-ഉം അത് വാഹനങ്ങളിലേക്ക് വരുമ്പോൾ ഈ നാട്ടിൽ പത്രത്തിന്റെ ആവശ്യമില്ല സുഹൃത്ത് എന്നല്ല ഞാൻ പറഞ്ഞു വന്നത്. പിന്നെയോ ഓരോ വാർത്തകളും നമ്മുടെ കണ്ണു തുറക്കേണ്ടതാ, നാം ഉണരേണ്ടതാ. മദ്യത്തിനെതിരെ, മയക്കുമരുന്നിനെതിരെ, പാൻമസാലയ്ക്കെതിരെ പ്രതിജ്ഞയെടുത്തിട്ട് കാര്യമില്ല സ്നേഹിത. അതിന് തീരുമാനമെടുത്ത് അതിന് ഉറച്ചു നിൽക്കുവാൻ ജഗതീശ്വരൻ അല്ല, കർത്താവായ യേശു വേണം. അതിന് നമുക്ക് കൃപ ചെയ്യുക. അതേ സുഹൃത്തെ, തീരുമാനങ്ങൾ ഒത്തിരി മനുഷ്യനുണ്ട്, ഒരുപാട് തീരുമാനങ്ങൾ മനുഷ്യനെടുക്കും. പക്ഷേ മനുഷ്യൻ അതിൽ ഉറച്ചു നിൽക്കുന്നില്ല. കാരണം പിശാച് എന്ന് പറയുന്ന ശക്തി മനുഷ്യന് മാരകമായ വിഷക്കൂട്ടുകളിലൂടെ അത് സാത്താന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ മനുഷ്യപുത്രനായിരിക്കുന്ന യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വരുവാൻ യാത്ര. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംവാദിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ സമയത്തിന്റെ പരിമിതി മൂലം കാലാവസ്ഥകൾ എനിക്ക് നിങ്ങൾക്കും അനുകൂലമല്ല. പിന്നെ അതേ സ്നേഹിത, ഒരു കാര്യം താങ്കൾ അറിഞ്ഞിരിക്കണം, യേശു ലോകത്തിൽ വന്നത് ഒരു മതം സ്ഥാപിക്കുവാനല്ല. ലോകത്തിലെ നിരവധി അനവധി മതങ്ങളിൽ ഒരു മതം യേശുവിനെ സ്ഥാപിക്കപ്പെട്ടിട്ടില്ല. ലോകത്തിലെ ഉന്നത മതങ്ങളിൽ ഒരു മതമായ യഹൂദ മതത്തിലാണ് യേശു ജനിച്ചത്. മതനേതാക്കന്മാർ മതത്തിലാണ് രക്ഷയെ പഠിപ്പിച്ചപ്പോൾ യേശു പറഞ്ഞു, അല്ലേ അല്ല, മതങ്ങളെ മാറ്റി നിർത്തൂ. മതമെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഫിലോസഫിയിൽ അഭിപ്രായമെന്നാണ്. നിങ്ങൾ യൂണിവേഴ്സിറ്റി നിങ്ങളുടെ തലമുറ പഠിച്ചിട്ടുണ്ടല്ലോ. റിലീജിയൻ എഴുതിയിട്ട് അവരോട് പഠിപ്പിക്കുന്നത് മതമെന്ന് പറഞ്ഞാൽ അഭിപ്രായമെന്നാണ്. സുഹൃത്തെ, അഭിപ്രായങ്ങൾ മാറാം. മനുഷ്യന്റെ അഭിപ്രായങ്ങൾ അങ്ങനെ മതമായി മാറി. മതത്തിനകത്ത് രക്ഷയില്ല. അതുകൊണ്ട് യേശു പറഞ്ഞു മതങ്ങളെ മാറ്റി നിർത്തൂ. അങ്ങനെ കർമ്മങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മതമായി മാറി. മതത്തിനകത്ത് മനുഷ്യൻ കുടിലുകെട്ട്, കൊട്ടാരം കെട്ട്, മതത്തിനകത്ത് സെറ്റപ്പായി മനുഷ്യൻ സ്ലേറ്റ് പോലെ ഒരു ഫ്രെയിമാക്കി മാറ്റി മതത്തിനകത്ത് പുറത്തു വരാനാ യഹൂദ മതത്തിൽ നിന്നും യേശു വിളിച്ചു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ലോകത്തിലെ മതങ്ങളുടെ മാതാവെന്ന് പറയുന്നത് യഹൂദ മതമാണ്. സുഹൃത്ത്, ലോകത്തിലെ ആ മതങ്ങളിൽ ബാബിലോണി മതമായിരുന്നു ഒന്നാമത്തെ മതം. അങ്ങനെയെങ്കിൽ സ്നേഹിത, മതം അഭിപ്രായം മാത്രമേ ഉള്ളൂ. താങ്കളുടെ അഭിപ്രായത്തിലുള്ള പ്രാധാന്യം യേശു ഒരു അഭിപ്രായവും പറഞ്ഞിട്ടില്ല. യേശുവിനെ എന്താ പറഞ്ഞത്? ഞാൻ തന്നെ വഴി, സത്യം, ജീവൻ, ഞാൻ തന്നെ പുനരുത്ഥാനം. അത് മറ്റൊരുത്തലിൽ മറ്റെവിടെയും മറ്റൊന്നിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം കർത്താവായ യേശുവിന്റെ നാമമാണ്. കർത്താവല്ലാതെ മറ്റാരെങ്കിലും മാനവരാശിയുടെ രക്ഷയ്ക്ക് വരാനുണ്ടായിരുന്നെങ്കിൽ സ്വർഗത്തിലെ ദൈവം പുത്രനെ ലോകത്തിലേക്ക് അയക്കേണ്ട ആവശ്യമില്ലായിരുന്നു. മനുഷ്യന്റെ ശ്രമങ്ങളെല്ലാം അസ്ഥാനത്തായപ്പോൾ കാലത്തുകളിൽ കാലസമ്പൂർണതയിൽ കാലഘട്ടത്തെ വീശിയെന്നും ഏടിയെന്നും തന്നായി പുറത്തു മാറ്റിക്കൊണ്ട് കാലത്തിന്റെ നിറയിൽ ആരക്ഷണം ജനിക്കുമ്പോൾ ദൂതന്മാർ വിളിച്ചു പറഞ്ഞു, സകല മാനവരാശിക്കുമുള്ള രക്ഷ കർത്താവായ യേശുക്രിസ്തുവിൽ കണ്ടുകൊള്ളത്. നിങ്ങൾ നോക്കുന്ന ഹൂദയിൽ ഒരു പെൺകുട്ടിയുണ്ടായിരുന്നു. മറിയ എന്നാണ് അവരുടെ പേര്. മിരിയാം എന്നവളെ വിളിക്കപ്പെടും ഹീബ്രുവില്. മറിയ എന്നാണ് അവരുടെ പേര്. അവൾ യേശുവിനെ ഗർഭം ധരിക്കുവാനിടയായി തീർന്നു. അവിഹിതമായ ഒരു ഗർഭം എന്ന് പറഞ്ഞുകൊണ്ട് യോസഫ് അവളെ ഉപേക്ഷിക്കുവാൻ തുടങ്ങി. എന്നാൽ ദൂതൻ വന്നിട്ട് പറഞ്ഞല്ലേ, അല്ല, അവൾ എന്റെ പദ്ധതി പ്രകാരം ലോകത്തിലെ മാനവരാശിക്ക് വേണ്ടി നിന്റെ ഉദരത്തിൽ പിറക്കുന്ന കുഞ്ഞ് അവൻ വലിയവനെന്ന് വിളിക്കപ്പെടും. സുഹൃത്തെ, അത് 9 മാസം 9 വിനാഴിക 9 ദിവസം യേശുവിന് അത് പ്രസവിക്കുവാനിടയായി തീർന്നു. യേശുവിനെ വളർത്തി നസ്രത്തിന്റെ കട്ടടത്തിൽ യോസഫിന്റെ മകനായിട്ട് അവൻ വളർന്നു. അത് യേശുവിനെ 30-ാമത്തെ വയസ്സിൽ അതിനൊരു നദിയിൽ സ്നാനമേറ്റിട്ട് ഒരുവന്റെ കൈക്കീഴിൽ സ്നാനമേറ്റിട്ട് യേശു രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. അത് യേശു എന്താ രാജ്യത്തിന്റെ സ്വർഗ രാജ്യത്തിലേക്കുള്ള സുവിശേഷം യേശു പ്രസംഗിക്കുവാനിടയായി തീർന്നു. പൗലോസ്ലീഹ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ ഇങ്ങനെ പറഞ്ഞു, യേശുവിനെ നിങ്ങൾ അറിയുമോ? അത് അവൻ പലസ്തീന്റെ പച്ചമണ്ണിലൂടെ നഗ്നഭാവനായി നടന്നുകൊണ്ട് രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. യൂദകളെ പുറത്താക്കി അത് നല്ല ചെയ്തുകൊണ്ട് അവർ ഈ ലോകത്ത് ജീവിച്ച് നിങ്ങൾ അറിയണമെന്ന് യേശുവിനെ കുറിച്ച് പറഞ്ഞു. യേശുവിനല്ലാതെ രക്ഷയില്ല. യേശു പള്ളി സ്ഥാപിച്ചിട്ടില്ല. യേശു വേദപുസ്തകം എഴുതിയിട്ടില്ല. യേശു ഒരു പുസ്തകം എഴുതിയിട്ടില്ല. പക്ഷെ യേശുവിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ പുസ്തകം എഴുതിയത്. യേശുവിനെ കുറിച്ചാണ് പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. സുഹൃത്ത്, യേശു താങ്കളെ സ്നേഹിക്കുന്നു. യേശു ഈ ലോകത്തിൽ വന്നിട്ട് ന്യായം വിധിക്കാനല്ല. യേശു ഈ ലോകത്തിന്റെ ലോകത്തെ നശിപ്പിക്കാനല്ല. യേശു മനുഷ്യന്റെ ആത്മരക്ഷകനാണ്. താങ്കളുടെ ശരീരം ദേഹം ദേഹി ആത്മാവിന്റെ ക്രിയാഘടകത്താൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അത് ഭൗതിക ശരീരത്തിൽ മണ്ണപ്പെട്ടിരിക്കുന്ന ഈ ശരീരം മരിക്കുമ്പോൾ മണ്ണിലടക്കം ചെയ്യും. അതാണ് പുരോഹിതൻ പറഞ്ഞത്, മനുഷ്യ നീ മണ്ണാകുന്ന മണ്ണിലേക്ക് തിരികെ ചേര്. മരിക്കുന്നതിന് മുമ്പ് ലോകരക്ഷകനായ വീണ്ടെടുപ്പുകാരൻ ആത്മരക്ഷകനായ യേശുവിനെ സംരക്ഷിതാവെ ഹൃദയത്തെ സ്വീകരിച്ച പാപത്തോട് വിട പറഞ്ഞു. അറിഞ്ഞറിയാൻ ചെയ്തതായിരിക്കുന്ന പാപത്തോട് വിട പറഞ്ഞു. അത് പാപമെന്ന് പറയുന്നത് ദൈവത്തോടുള്ള മത്സരമാണ്, അനുസരണക്കേടാണ്. പാപം ചെയ്യുന്നതിലേക്ക് മരിക്കും. പാപത്തിന്റെ ശമ്പളം മരണമുണ്ട്. മരണമറപ്പ സമയ നിശ്ചയമല്ല. മരിക്കാതിരിക്കാൻ ഒരു മരുന്നും ഒരു മനുഷ്യനും ഇവരെ കണ്ടുപിടിച്ചിട്ടില്ല. എന്നാൽ മരണത്തിനപ്പുറം മരണാനന്തരം
മനുഷ്യനൊരു ജീവിതമുണ്ട്, അതിന്റെ പേരാണ് നിത്യജീവൻ. എല്ലാ മതങ്ങളും അങ്ങനെ പഠിപ്പിക്കുന്നു. എന്ന വിശുദ്ധ ബൈബിളാണ് മനുഷ്യന് ഉറപ്പ് നൽകുന്നത്. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനിൽ വിശ്വസിക്കാത്തവന് ശിക്ഷാവിധിയുണ്ട്. എന്താണ് ശിക്ഷാവിധി? അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിയാലും തീവതാകിയാലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടത് വരുന്ന യേശു ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ വെളിപ്പെടുവാനിടയായി തീരും. വിശുദ്ധ ബൈബിൾ പറയുന്നു, മരിച്ചവർ ആബാലവൃദ്ധന് സിംഹാസനത്തിന് മുന്നിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. എന്നീ ലോകത്തിലുള്ള സകല ജാതി മനുഷ്യരോ സകല വർണ്ണ മനുഷ്യരോ സകലരും ആത്മാവായി യേശുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ വെളിപ്പെടും. ലോകത്തിൽ 3.5 ലക്ഷം ജാതികളുടെ മനുഷ്യജാതി, 30,000 ജാതി ഇന്ത്യയിലുണ്ട്, 3000-ലധികം കേരളത്തിലുണ്ട്, 150 ആദിവാസികളുണ്ട്. ആദിവാസികളുടെ വികസിച്ച് വിളിച്ചത് ആദിമനിവാസികൾ എല്ലാവരും മരിച്ചാത്മാവായി യേശുവിന്റെ മുമ്പിൽ വരും. അവിടെ വരുമ്പോൾ സകലരെയും ന്യായം വിധിക്കും. തങ്ങളുടെ പ്രവർത്തികൾ കരുത്ത് ന്യായവിധി ഉണ്ടായി. അപ്പനെ തല്ലിയവൻ, അമ്മയെ അനാഥമന്ദിരത്തിലാക്കിയവൻ, ഭാര്യ തല്ലിയവൻ, ഭാര്യ വേറെ ഭാര്യക്കെത്താൻ പാമ്പിനത്തിൽ അടിപ്പിച്ചവൻ, സകലവർഗം ജാതീയ വർഗവൻ, വർഗീയത വർഗവൻ, സുവിശേഷ വിരോധിയെ തല്ലിയവൻ, പള്ളി തീവച്ചവൻ, വേസ്റ്റ് പൊളിച്ചവൻ, ക്ഷേത്രം കത്തിച്ചവൻ, അതെ സകല ജാതീയ വിഭാഗീയ മതാന്തര തീവ്രവാദം ഉണ്ടാക്കിയ സകലവന്റെ ആത്മാവ് യേശുവിന്റെ മുമ്പിൽ വെളിപ്പെടുമ്പോൾ സകല മനുഷ്യരെയും ന്യായം വിധിക്കുന്ന ഒരു കർത്താവ് സ്വർഗത്തിലുണ്ട്. അന്നവൻ മനുഷ്യനായിട്ട് ഈ ലോകത്തിൽ കൈനേറ പുറത്ത് സഞ്ചരിച്ചെങ്കിൽ ഇനി അവൻ വെള്ളക്കുതിരയുടെ പുറത്ത് ഈ ലോകത്തിലേക്ക് വരും. അവൻ വെല്ലുവാളങ്ങളോടുകൂടെ സ്വർഗസിംഹാസനത്തിലിരുന്ന് സകല മാനവരാശിയെയും ന്യായം വിധിക്കുന്ന കർത്താവ്. അവൻ ദൈവമാണ്, അവൻ ദൈവമാണ്, അവൻ യേശുക്രിസ്തുവാണ്, അവൻ കൃത്യമാണ്. ഇത്രയധികം അന്വേഷണം ചെയ്ത് പ്രസംഗിക്കണമെങ്കിൽ യേശുവിന്റെ ജീവിതത്തിൽ വരുത്തിയ മാറ്റം ഇവിടുത്തെ പെന്തക്കോസ്തുകാരോ ഇവിടുത്തെ പാസ്റ്ററോ ഇവിടുത്തെ ആരുമല്ല സ്നേഹിത, യേശുവാണ് വിളിച്ച അവ ഇത്ര ആവേശം. അത് തലമുറയാലും അത് വെടിവെച്ചാലും അത് വാളുകൊണ്ട് വെട്ടിയാലും അതുകൊണ്ടൊരു തല്ലിക്കൊന്നാലും യേശു മാത്രമാണ് ഏക സത്യ ദൈവം. അവനെ മുഖത്ത് സ്വർഗത്തിൽ പോകുവാൻ മോക്ഷപ്രാപ്തിക്ക് ഏക രക്ഷകൻ, ഏക മധ്യസ്ഥൻ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് ഏക സത്യത ഉച്ചസ്ഥരം പ്രസ്താവിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് അടിവരയിട്ട് അടിക്കുറിച്ച് അവികർത്തമായി പ്രസ്താവിക്കുന്നു. കേൾവിക്കാരായ നിങ്ങൾക്ക് നന്ദി പറയുന്നു. നിങ്ങളുടെ സഹനത്തിൽ ശ്രദ്ധയിൽ നന്ദി പറയുന്നു. ഈ നാടിന് കൊള്ളാവുന്ന മറ്റു പ്രദേശിച്ചു